हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया. दिल्ली में ഉന്നീന്തേ നിങ്ങളുടെ യൂണിറ്റ് 3 SLC ഹിന്ദിയിലെ യൂണിറ്റ് 3 ചാപ്റ്റർ 1 ആയിട്ടുള്ള ദില്ലി മേ ഉന്നീന്തേ വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ठीक है बच्चों, कौन इसके रचयिता जो लेखिका कौन है? गगन गिल ആണ് ഇതിന്റെ രചന ചെയ്തിട്ടുണ്ടായിരുന്നത്. गगन गिल के जो क्या है दिल्ली में ഉന്നീന്തേ. दिल्ली में ഉന്നീന്തേ क्या मतलब क्या होता है? दिल्ली में ഉന്നീന്തേ ദില്ലിയിലെ ഉറക്കമില്ലാത്ത ഉന്നീന്തേ. നീന്ത് എന്ന് പറയുമ്പോൾ ഉറക്കമാണെങ്കിൽ ഉന്നീന്തേ എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാത്തത് തന്നെയാണ്. ദില്ലി മേ ഉന്നീന്തേ का मतलब है ദില്ലിയിലെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ലേഖികയെ കുറിച്ചാണോ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചാണോ? നമ്മളിവിടെ ഓട്ടോറിക്ഷയൊക്കെ കാണുന്നുണ്ടല്ലേ, എന്തായിരിക്കാം ഇതിലൊരു കണക്ഷൻ? ഒരു ഓട്ടോ ഡ്രൈവറിയും കാണാം, നല്ലൊരു ഓട്ടോറിക്ഷയും കാണാം. എന്തായിരിക്കാം ഇതിനൊരു കണക്ഷൻ? നമുക്ക് പെട്ടെന്ന് തന്നെ ജോ സംസ്മരൺ ഓർമ്മക്കുറിപ്പാണ് അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇവിടെ ഗഗൻ ഗിൽ ഷെയർ ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. क्या है इससे पहले क्या है आपको समझना चाहिए. ठीक है, इस कहानी के जो पहले मैं एक कहानी आपको बताता हूँ. ഇതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്കൊരു കഥ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ ഒരു ലേഖിക എന്ന് പറയുമ്പോൾ ദില്ലിയിലേക്ക് അവർ വരികയാണ്. അത് പ്രകാശിതമായിട്ടുള്ള അവർക്ക് പ്രസിദ്ധീകരിച്ച ഒരു ബുക്കൊക്കെ ആയിട്ട് അവർ ദില്ലിയിലേക്ക് വരികയാണ്. സോ അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ദില്ലിയിൽ എന്താണ്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരു ഓട്ടോ അവർ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, ഓട്ടോ ലഭിക്കുന്നുണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓട്ടോ വളരെ കുറച്ച് ദൈർഘ്യം ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ആ ഓട്ടോ ലഭിക്കുകയാണ്. അപ്പോൾ ഓട്ടോയിൽ കയറി അവർ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഓട്ടോയിൽ കയറുമ്പോൾ തന്നെ എന്താണ്, ആ ഓട്ടോ ഡ്രൈവർ എന്താണ് പെട്ടെന്ന് അദ്ദേഹം ഇരുന്നെടുത്തുന്ന ഒരു സ്വെറ്റർ, ഒരു കീറിയ, അതായത് ജോ ടൂട്ടാ ഫൂട്ടാ ഹുവായ ഒരു കീറിയ സ്വെറ്റർ അവർ ധരിക്കുകയും ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. എനിക്ക് ജോ ഖാസി ശുരുവാത്ത ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, അവർക്ക് ചുമ വരികയാണ്. അദ്ദേഹം കുറച്ച് അതായത് ചുമച്ചാണ് ഓട്ടോ മുന്നോട്ടേക്ക് ഓടിച്ചു പോകുന്നത്. ജോ ഖുറക്കുക ജോ മത്ലബ് ഹോത്ത ബോക്കന നെയ്യ്, നമ്മുടെ അവിടെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ്. കാരണം ചുമ എന്ന് പറയുന്നത് തന്നെയാണ്, ജെ കഫ് എന്ന് പറയുന്നത് തന്നെയാണ് എന്താണ് കുരക്കുക എന്ന് പറയുന്നത്, നോട്ട് ബാർക്കിംഗ്. ബോക്കന എന്നാണ് ബാർക്കിങ്ങിനെ ഹിന്ദിയിൽ പറയുക. ബോക്കന കുത്ത ബോക്ത है ना, जो കുരക്കുക എന്ന് പറയുക അത് ഭോക്കന ഹോത്ത. ഇതർ ബി സമസ്ത ചുമ എന്ന് തന്നെയാണ്. അതായത് ചുമച്ചാണ് വണ്ടി ഓടിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. തോ ബച്ചോ റെഡി, അകല ക്യാ ഹേ, അകല എന്താണ്? അപ്പോൾ ഈ ലേഖികക്ക് അതെന്തോ ഒരു കൗതുകമായി തോന്നി. കാരണം ഇദ്ദേഹം ഇത്ര രാത്രിയും ആ ഓട്ടോ ഓടിക്കുന്നു, അതുപോലെ തന്നെ ഇത്രയും ചുമച്ചും ഇത്രയും ക്ഷീണം, അദ്ദേഹത്തിന് തഖാവട്ട് ക്ഷീണവും അതുപോലെ തന്നെ ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടായിട്ടുണ്ടായിട്ടും അദ്ദേഹം ഇത്രയും രാത്രി എന്തുകൊണ്ട് ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്നുണ്ടാവുക എന്നത് ലേഖികക്ക് ഒരു കൗതുകമായി. അപ്പോൾ ലേഖിക അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ കഥ അവരോട് ഷെയർ ചെയ്യാണ്. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹത്തിനെ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് രാജാറാം. അദ്ദേഹം ദില്ലിയിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 14 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലേക്ക് വന്ന ഒരാളാണ് അല്ലെ. എന്തുകൊണ്ടാണ് അദ്ദേഹം ദില്ലിയിലേക്ക് വന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ ജോ ക്യാ ഹേ ഉനാവ ഗാവ് എന്നാണ്, ഉത്തർപ്രദേശിലെ ഒരു ഉനാവോ ഗാവിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെയാണ് വളർന്നു വന്നതൊക്കെ. ബോൺ ആൻഡ് ബോട്ടപ്പ് എവറിത്തിങ് ഇസ് ദർ, ബോൺ ആൻഡ് ബോട്ടപ്പ് എവറിത്തിങ് ഇസ് ദർ. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം മാറിയത്? ഇന്ന ബാരിഷ് കെ മോസമ്മേ, ഒരു മഴക്കാലത്ത് എന്താണ് ഉനിക്ക് ജോ ഘർ ടൂട്ട് ഗയാ, അദ്ദേഹത്തിന് വീട് എന്തായി പറ്റി, പൊട്ടിപ്പോവുകയുണ്ടായി, നശിച്ചു പോവുകയുണ്ടായി. അതുകൊണ്ട് ക്യാ ഹേ മൈഗ്രേറ്റ് ക്യാ ഹേ, അദ്ദേഹം അവിടെ നിന്ന് കുടിയേറി എവിടത്തേക്ക് വന്നു, ദില്ലിയിലേക്ക് വന്നു. പുതിയൊരു പ്രതീക്ഷയും ഒരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ദില്ലിയിലേക്ക് വന്നത്. അപ്പോൾ എന്താണ്, അദ്ദേഹം റിക്ഷയാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു റിക്ഷ ചലാത്തി ഒരു 2 വർഷമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോ, ഒരു പഴയൊരു ഓട്ടോ, ഒരു പണക്കാരനായ അദ്ദേഹം അമീർ ആദ്മിനെ ഉസ്കൊതിയായ ഒരു ഓട്ടോ ഓടിക്കാൻ അദ്ദേഹത്തിന് അമീർ ആദ്മി കൊടുക്കുകയും ആ ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടാക്കി മാറ്റിയതും. അന്നേരം അദ്ദേഹത്തിന് അന്ധനായ അച്ഛനെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം ദില്ലിയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന് ഓട്ടോയിൽ തന്നെയാണ് താമസിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ആ ഓട്ടോയിൽ തന്നെയാണുള്ളത്. പിന്നീട് എന്താണ്, വിശക്കുമ്പോൾ ജോ ക്യാ ഹേ ജോ അന്നശാലകളിലൊക്കെ ഭക്ഷണശാലകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ കുളിക്കാനും നനക്കാനും ഒക്കെ എന്താണ് അദ്ദേഹം റോഡരികിലുള്ള നല്ല ടാപ്പ് എന്നൊക്കെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ലേഖികക്ക് വലിയൊരു എഹ്സാസാണ് ഉണ്ടായത്. കാരണം സമൂഹത്തിൽ ഇങ്ങനെയും ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവരെ കുറിച്ചുള്ള അവരെ ആ ഒരു ജോ ക്യാ ഹെ സമാജിൽ അദ്ദേഹത്തിലെ ജോ പിछड़े जो वर्ग है ना, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഇങ്ങനെ ഒരു സമൂഹത്തിലെ ആൾക്കാരെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് ലേഖികക്ക് അത് മനസ്സിലാവും. വലിയൊരു എഹസാസാണ്, തിരിച്ചറിവാണ് ലേഖിക ഉണ്ടായിരുന്നത്. എന്താണ് ആ തിരിച്ചറിവ് നമുക്ക് നോക്കാം. ലേഖിക ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും റേഡിയോയിലേക്ക് ലേഖിക റേഡിയോയിൽ എന്താണ് അഭിമുഖമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ റേഡിയോയിൽ ഒരു അഭിമുഖം ചെയ്താലോ എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുകയും പിറ്റേ ദിവസം ലേഖികയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം വരികയുണ്ടായി. സോ
ലേഖിയുടെ വീട്ടിലെത്തിയപ്പോൾ ലേഖിക പറയുന്നു ഇരിക്കൂ, സോഫയിൽ മേ ബേട്ടിയെ, സോഫയിൽ വന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്നിട്ടില്ല. അദ്ദേഹത്തിന് ആത്മാഭിമാനം കീപ്പ് ചെയ്തു. ഇത്രയും ദാരിദ്ര്യത്തിലും ഇത്രയും പട്ടിണിയിലൊക്കെ ആയിട്ടും അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം കീപ്പ് ചെയ്തോണ്ട് ജോ സെൽഫ് റെസ്പെക്ട് ആണ് ഓ കീപ്പ് കർത്തേ ഹുയേ, അത് കീപ്പ് ചെയ്തോണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നിലത്താണ് ഇരുന്നത്. ഫർഷ് മേ ബേട്ടായ, ഫർഷ് എന്ന് പറയുന്ന നിലത്താണ് അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാ ഹേ. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ലേഖിക കൂടുതൽ അദ്ദേഹം തന്നെ. അപ്പോൾ ലേഖികക്ക് ഒരു കാര്യം മനസ്സിലായി. ലേഖികക്ക് ഇത്രയും വലിയൊരു എഹസാസാണ്, തിരിച്ചറിവ് എന്താണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഒരു പട്ടണത്തിൽ 2 തലങ്ങളിലായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. ഒന്ന് അമീറായിട്ടും ഒന്ന് ക്യാ ഹേ ഗരീബായിട്ടും, ഒന്ന് പണക്കാരനായിട്ടും ഒന്ന് വളരെ പാവപ്പെട്ടവനായിട്ടാണ് സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ആർക്കുണ്ടായിട്ടുള്ളത്, ലേഖികക്ക് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ക്യാ ഹോത്തെ ഹേ, പെഹല ക്യാ ഹോത്തെ, ഒന്ന് ഭേഗർ ഹോത്തെ ഹേ, ഒന്ന് ഭേഗർ और ഭൂക്ക്, വീടില്ലാത്തതും പട്ടിണിയായിട്ടുള്ള ഒരു തലം ഉള്ളതും, ഗർ और क्या है അന്ന്, വീടും നല്ലൊരു ഭക്ഷണം ഉള്ളതായിട്ടുള്ള രണ്ടാമത്തെ തലവും. 2 മോശമായിട്ടാണ് പറയുന്നത്. 2 മോശം ഏതൊക്കെയാണ്? ബേഗർ എന്ന് പറയുന്ന വീടില്ലാത്തതായിട്ടും ബേഗർ और ഭൂക്ക ഹേ, ഒന്ന് വീടില്ലാത്തതും വിശപ്പിന്റെ ആയിട്ടുള്ള ഒരു മോശവും. രണ്ടാമത്തെ മോശം ഏതൊക്കെയാണ്? ഗർ और അന്ന്, വീടും അതുപോലെ തന്നെ നല്ല ഭക്ഷണമുള്ളതായിട്ടുള്ള 2 മോശമാണ് ഒരു പട്ടണത്തിലുള്ളത്, ഒരു ഷഹറിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു തിരിച്ചറിവാണ് ലേഖിക്ക് ഉണ്ടായത്. ലേഖിക എന്താണ് സമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സമൂഹത്തിൽ വലിയൊരു അസമത്വം തന്നെയാണ്, സാമാജിക സംരചന ഈ സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെയാണ് നമ്മുടെ ലേഖിക ഗഗൻഗിൽ ഇവിടെ എതിർക്കുന്നതും സമൂഹത്തിന് മുന്നിലേക്ക് ഈ ഒരു വലിയൊരു ആശയം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ബോധ് ബഡിയ എക്സലന്റ് റൈറ്റ്. സോ ഈ കഹാനി, ഈ സംസ്മരണം നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെയാണ് ഈ കഹാനി സംസ്മരണം നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ സംസ്മരണം ലേഖിക ഗഗൻ ഗിൽ और एक बेघर ऑटो ड्राइवर राजा राम के बीच हुए मुलाकात का वर्णन है. ഈ സംസ്മരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആരൊക്കെയാണ്? ലേഖിക ഗഗൻ ഗിൽ, അതുപോലെ തന്നെ എന്താണ് ബേഗർ ആയിട്ടുള്ള വീടില്ലാത്ത ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള രാജാറാം കി ജോ ബീച്ച് ഹുയേ മുലാഖാത്ത് കാ വർണ്ണൻ ഹേ, രാജാറാമിന്റെ ഒരു കണ്ടുമുട്ടലിനായിട്ടുള്ള വർണ്ണനയാണ്. ലേഖിക ദില്ലി മേ ഏക് ഷാം ജോ രാജാറാം കെ ഓട്ടോ മേ ബാഠത്തി ഹേ, ദില്ലിയിലെ ഒരു വൈകുന്നേരം രാജാറാമിന്റെ ഓട്ടോയിൽ ലേഖിക ഇരിക്കുകയും और देखती है कि वह बहुत थका हुआ बीमार है. അപ്പോൾ ലേഖിക്ക് മനസ്സിലാവുന്നു അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടുള്ളതും വളരെ എന്താണ് ബിമാർ രോഗിയായിട്ടുള്ള ഒരാളാണെന്ന് ലേഖികക്ക്, രാജാറാം അങ്ങനെ ഒരാളാണെന്ന് ലേഖികക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ബാത് കർനെ പർ പതാ ചൽത്താ ഹേ കി രാജാറാം കൈ സാലോं से अपने ऑटो में ही सोता है. സംസാരിച്ചപ്പോഴാണ് ലേഖികക്ക് മനസ്സിലായത് വളരെ വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന്. ഉസ്കെ സാരാ സാമാൻ ഏക് ജോ കമ്പൽ കുച്ച് कपड़े और एक कटोरा यात्रियों को सीट के नीचे रखा है. അദ്ദേഹത്തിന്റെ ആ ഒരു ഏർണിംഗ് സമ്പാദ്യമൊക്കെ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. സാമാനേക്ക് കമ്പൽ, ഒരു കമ്പലും കുച്ച് കപ്പടയും വസ്ത്രങ്ങളൊക്കെ, കട്ടോര എന്ന് പറയുന്ന ഭക്ഷണം ഒരു കട്ടോര ഒക്കെ എവിടെയാണ്? യാത്രിയൊക്കെ സീറ്റ് നീച്ചേ, അതൊക്കെ എവിടെയാണുള്ളത്? ആ യാത്ര ഇരിക്കുന്ന ബെഞ്ചിന് തൊട്ട് താഴെ തന്നെ എല്ലാം ഉള്ളത് എന്നാണ് പറയുന്നത്. ലേഖിക ജോ ഏക് റേഡിയോ പ്രോഗ്രാം ബനാ രഹി ഹൈ, ലേഖിക എന്നാണ് ഒരു റേഡിയോ പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. ഉസേ ഇന്റർവ്യൂ കെ ലിയേ അപ്നെ ഘർ ബുലാത്തി ഹൈ, അവർ ലേഖിക എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചെന്താണ് രാജാറാം ജോ ബതാത്തെ ഹെ കി ഗരീബി और क्या है. അപ്പോൾ രാജാറാം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് ഗരീബി और ഭൂഖ്മരി के कारण उत्तर प्रदेश के जो उन्नाव ജില്ലേ സെ ദില്ലി ആയാത്ത, ആ ഒരു വിശപ്പും ദാരിദ്ര്യം കാരണമാണ് ഉന്നാവോ എന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന്, ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ നിന്ന് എവിടത്തേക്ക് വന്ന ദില്ലിയിലേക്ക് വന്നതെന്ന് പറയുകയാണ്. ജബ് ലേഖിക ഉസേ പൂछती है कि उसके लिए एक अच्छा दिन क्या क्या होता है. അപ്പോൾ ലേഖിക അദ്ദേഹത്തോട് ചോദിക്കുവാണ് आपके लिए अच्छा दिन क्या है, നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ദിവസം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജവാബ് ദേത്തെ ഹെ കി സിർഫ് 2 വക്ത് കി റോട്ടി മിൽ ജാനെ കി ഹി ഖുഷി കി ബാത് ഹെ, 2 നേരത്തെ ഒരു റോട്ടി ഭക്ഷണം കഴിക്കാൻ കിട്ടുവാണെങ്കിൽ തന്നെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് എന്ന് പറയുന്നു. യേ സുൻകർ ലേഖ് കോ ഗഹരാ അഹ്സാസ് ഹോത്താ ഹെ. ഇത് കേട്ടപ്പോൾ എന്താണ് ലേഖ് വലിയൊരു തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ആ തിരിച്ചറിവ്? കി വേ ദോനോ ഏക് ഹി ഷഹർ മേ ജോ ക്യാ ഹെ രഹത്തെ ഹുയേ ഭി ദോ അലഗ് അലഗ് ദുനിയ മേ ജി രഹാ ഹെ. അവർ ഒരേ ഒരു പട്ടണത്തിൽ ജീവിച്ചിട്ടും 2 വ്യത്യസ്ത ലോകങ്ങളിലാണ്, 2 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അവർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ഏക് അന്ന കി ദുനിയ और दूसरी ഭൂക്ക് കി ദുനിയ, ഒന്ന് ഭക്ഷണത്തിന്റെ ലോകവും ഒന്നെന്താണ് വിശപ്പിന്റെ ലോകത്തിലുമാണ് ജീവിക്കുന്നത്. ഗർ കി ദുനിയ, ഒരാൾ എന്താണ് ഗർ കി ദുനിയ വീടിന്റെ ലോകത്തും, മറ്റൊരാൾ എന്താണ് ബേഗർ കി ദുനിയ വീടില്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത് മനസ്സിലാക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ക്യാ ഹേ, ഒരാളെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് ബേഗർ ഹേ, ഒന്ന് ഭൂക്ക് ഹേ.
ഈ രണ്ടുപേരും ആരെയാണ്? ഈ ബേഗർ और भूख ആരാണ്? രാജാ രാജോ രാജാ റാം ഹെ. दूसरा क्या है? घर है ना, घर और अन्न. ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ कौन है लेखिക गगन गिलയുടെ ലൈഫ് സിറ്റുവേഷൻ ആണ് പറയുന്നത്. अमीर और जो गरीबी की जब बीच में हुए जो संघर्ष की जो के नंगे चित्र क्या हमारी जो कौन है गगन गिल हमारे सामने प्रस्तुत करता है. गगन गिल നമ്മൾക്ക് ഈ ഒരു വലിയൊരു സന്ദേശമാണ്, സമൂഹത്തിലെ ഈ അസമത്വത്തെയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ രചന നമ്മുടെ മുന്നിലിട്ട് വെക്കുന്നത്. ഇതിന്റെ ഹിന്ദി എന്താണ്? ഇതിന്റെ ഇതിന്റെ മലയാളം മലയാളം റെഡി കിയാ ഹൈ. 107 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം വേർഷൻ ഉണ്ട്. ഈ ഒരു മലയാളം വേർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഹിന്ദി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു, ഈ ഒരു മലയാളം വേർഷൻ പ്ലസ് ഈ ഹിന്ദി വേർഷൻ 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റിൽ പഠിക്കാവുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ 120 സെക്കൻഡ്സ് ഓഫ് ദിസ് സ്റ്റോറി, ഈ ഒരു സ്റ്റോറിയുടെ 2 മിനിറ്റിൽ പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും വേണ്ട, നേരെ ജിമൻ സർ ജൂ പോട്ടൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഡൽഹി എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വെറും ഡൽഹി എന്ന് മാത്രം എൻ്റെ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 120 സെക്കൻഡ്സിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഇൻബോക്സിൽ ലഭിക്കുന്നതാണ്. तो बच्चों ये है रेडी. तो ये है हमारी जो संस्करण के बारे में दिल्ली में ഉന്നീന്ദേ എന്ന സംസ്മരണം നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഇൻബോക്സിൽ വന്നിട്ട് ഡൽഹി എന്ന് മാത്രം അയച്ചാൽ മതി, എല്ലാവർക്കും നോട്ട്സ് കിട്ടുന്നതാണ്. तो बच्चों बहुत बहुत धन्यवाद. रेडी, मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद. थैंक यू.